കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ അമീബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന മൈക്രോബയോളജി പരിശോധനാ ഫലം തെറ്റിയിട്ടില്ല എന്ന നിഗമനത്തിലാണ് അധികൃതർ. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതല്ല ഈ റിപ്പോർട്ട് എന്നുള്ളിടത്താണ്. അതിൽ കുടുംബം വലിയ പരാതിയിലാണ്. അവർ നിയമ നടപടിയിലേക്ക് പോവുകയാണ്. ഇപ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ ഉറച്ചു നിൽക്കുകയാണോ അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണ് മരണകാരണമെന്നതിൽ? കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരിയുടെ മരണത്തിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം, അവ്യക്തത ഉണ്ടായിട്ടുള്ളത്. അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മിഥില, വിശദാംശങ്ങൾ പറയൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഒരു തരത്തിലുള്ള ഒരു അവ്യക്തതയും ഇക്കാര്യത്തിലില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും മാധ്യമങ്ങളെ കാണുക. നിലവിൽ 2 റിപ്പോർട്ടുകളാണ് ഈ അനയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഒന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വിഭാഗം നടത്തിയ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയ റിപ്പോർട്ട്. മറ്റൊന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് മരണകാരണം ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയ ആണ് എന്നത്. ഇന്നലെ താമരശ്ശേരി സൂപ്രണ്ട് പറഞ്ഞത് ഇത്തരത്തിൽ 2 റിപ്പോർട്ടുകൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജും മെഡിക്കൽ ബോർഡുമാണ് എന്നാണ്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്നത് ഈ അനയുടെ കേസ് ഫയലുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന ഒരു കൃത്യമായ ഒരു വിശദീകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തും തിങ്കളാഴ്ചയായിരിക്കും നിലവിൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഉണ്ടാവുക. നിലവിൽ മൈക്രോബയോളജി വിഭാഗം പറയുന്നത് തങ്ങളുടെ പരിശോധനയിൽ യാതൊരു തരത്തിലുള്ള തെറ്റും പറ്റിയിട്ടില്ല. ഈ ഒരു കുട്ടിയുടെ സ്രവ പരിശോധനയിൽ അമീബയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, കുട്ടി കുളിച്ചു എന്ന് പറയുന്ന ഒരു കുളത്തിലും ഇത്തരത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയുടെ ഇളയ സഹോദരനും ഇത്തരത്തിലുള്ള ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലായിരുന്നു. പിന്നീട് ആ കുട്ടി രോഗമുക്തി നേടുകയും ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുവരെ ഏത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകേണ്ടത് എന്നതെല്ലാം തന്നെ കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അനുജ. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.